ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്ന പ്രോമിസ്, അതായത് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സ്പോട്ട് അഡ്മിഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. കൃത്യസമയങ്ങളിൽ ലൈവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഒരുപാട് ഇത്തരത്തിൽ ഡൗട്ടുകളുമായിട്ട് വരുന്ന കുട്ടികളിലേക്ക് യഥാർത്ഥത്തിൽ റീച്ച് ഔട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സോ അതിലൊരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. സോ നമ്മളോട് കമന്റ് വഴിയും ലൈവിലൂടെ ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്ന പലർക്കും അഡ്മിഷൻ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ മെസ്സേജ് അയക്കുകയുണ്ടായി. വളരെയധികം സന്തോഷം. തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, അതായത് ഫൈനൽ ലിസ്റ്റ് വന്നു എന്നാൽ പോലും ഇനി അങ്ങോട്ട് സ്പോട്ടിലേക്ക് കിട്ടുമോ, എന്താണ് അതിന്റെ കാര്യങ്ങൾ, തേർഡ് അലോട്ട്മെന്റിലെ ഓരോരുത്തരെയും ലാസ്റ്റ് റാങ്ക് എത്രയായിരിക്കും, ആ രീതിയിൽ തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ച് ഇപ്പോഴും പല വ്യക്തികളും അല്ലെങ്കിൽ പല പാരന്റ്സ് ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. കൃത്യമായിട്ട് ഇത്തരത്തിൽ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, അത് ആ ഒരു കോളേജുമായി ബന്ധപ്പെട്ട റാങ്കിങ്, അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻ കാര്യങ്ങൾ, ആ രീതിയിൽ തേർഡ് അലോട്ട്മെന്റ് പ്രൊവിഷണൽ വന്നതിന് ശേഷം നിങ്ങളുടെ പരാതികൾ കേട്ടതിന് ശേഷമാണ് ഫൈനൽ വന്നത്. അതിനുശേഷമാണ് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള സമയവുന്നുണ്ട്. സ്റ്റിൽ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ടുകളോ നിങ്ങളുടെ ഭാഗത്തുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി കോളേജ് ദോസ്തിന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് അതാത് തേർഡ് അലോട്ട്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട് എന്താണോ കറക്റ്റ് ഒരു ലിങ്കിലേക്ക് എത്താം. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു വെബ്സൈറ്റിന്റെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടതിന്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ജസ്റ്റ് എന്തെങ്കിലും സംശയമുള്ളവർ ചെക്ക് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ സ്പോട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ അല്ലാതെ തന്നെ നേരത്തെ ആദ്യം വീഡിയോ ചെയ്തതാണ്, എന്നാൽ പോലും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അല്ലാതെ കോമൺ ആയിട്ട് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജ് അഡ്മിഷൻ സ്പോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതും കൂടി ഉൾപ്പെടുത്താൻ അടുത്ത വീഡിയോയിൽ ശ്രമിക്കാം. തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾ പറഞ്ഞ കോളേജ് ദിവസത്തിന്റെ ഒന്ന് ചെക്ക് ചെയ്യുക. ബൈ.